സംസ്ഥാനം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കി ധവളപത്രം പുറത്തിറക്കി സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ ആകെ കടബാധ്യത. ട്രഷറി പ്രതിസന്ധി രൂക്ഷം. വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരുന്നതും തിരിച്ചടിയാണ്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുന്നുവെന്നാണ് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചിലവിനായി ഉപയോഗിക്കുന്നു. ട്രഷറി കടുത്ത പ്രതിസന്ധിയിലാണ്. 2000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിലുള്ളത്. കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. 48,733 കോടി രൂപയുടെ കടബാധ്യത കുടിശ്ശിക പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നു. 21,670 കോടി രൂപ ജീവനക്കാരുടെ DA കുടിശ്ശിക, 14,387 കോടി പെൻഷൻകാരുടെ DR ബാധ്യത, കരാറുകാർ, സപ്ലൈകോ, കാരുണ്യ തുടങ്ങിയ കുടിശ്ശിക 48,733 കോടി രൂപ. വികസനത്തിനുള്ള മൂലധന ചെലവ് രാജ്യത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നഷ്ടം നേരിടുന്നു. കടമെടുപ്പ് വികസനത്തിന്, വളർച്ചാ തിരിച്ചടവിനും എന്ന അടിസ്ഥാന തത്വം കേരളം ലംഘിക്കുന്നുവെന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. 35,000 കോടി രൂപയുടെ പദ്ധതികൾക്കും ഇനി പണം കണ്ടെത്തേണ്ടതുണ്ട്. ധവളപത്രം ഉമ്മാക്കിയാണെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവിനോട് 10 വർഷം ഭരിച്ച ഇടത് സർക്കാരിന് നേരെയുള്ള കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം, അതിനൊക്കെ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. 19-ാം തീയതി UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ സ്വാധീനിക്കുന്ന കണക്കുകളാണ് ധവളപത്രത്തിലൂടെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.